അത് ശ്രീ ശങ്കരാചാര്യർ ഇന്ന് ലോകത്തറിയുന്നത് അദ്ദേഹം ഒരു ബോധപ്രാപ്തനായ ഗുരുവാണ്. ലക്ഷക്കണക്കിന് ദീക്ഷ കൊടുത്തിട്ടുള്ള ഒരു ഗുരുവര്യനാണ്. ഇദ്ദേഹം ഈ സന്യാസം സ്വീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ആഗ്രഹം പറയുകയും അദ്ദേഹത്തിൻ്റെ മാതാവ് അനുമതി നൽകാതിരിക്കുകയും അമ്മയായിട്ടുള്ള ഈ മുതലക്കടയിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ ഒരു മുതല ആക്രമിക്കുകയും അവിടെ വെച്ചിട്ട് അമ്മ സന്യാസ സ്വീകരിക്കാനുള്ള അനുമതി നൽകുന്നതോടുകൂടി മുതല അദ്ദേഹത്തെ വിട്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ബോധപ്രാപ്തനാവുകയും ലോകം അറിയപ്പെടുന്ന ഒരു നല്ല ഒരു ഗുരു ആയി മാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന ആ പ്രശസ്തിയിലെത്തുന്നതിന് മുതലക്കടവിന് വ്യക്തമായിട്ടുള്ളൊരു പ്രാധാന്യമുണ്ട്.